ടു ദ നെറ്റ് കപ്പിൾ, യുവർ ട്രാവൽ ബഡീസ് ടു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു വ്ളോഗ് വരികയാണ്. ഈ വ്ളോഗിൽ ഞങ്ങൾ നിങ്ങളെ തമിഴ്നാടിൻ്റെ മനോഹരമായ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇറ്റ് വാസ് എ 4 days trip, a journey which we love to call as an aesthetic journey. പ്രാചീന കഥകൾ, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്രഭൂമി, ശാന്തമായ കടൽ തീരങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന വർണ്ണാഭമായ നാടിൻ്റെ സംസ്കാരത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതൊരു നീണ്ട 4 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടാവും ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യുക. സോ വെൽക്കം ടു ദ ഫസ്റ്റ് വീഡിയോ ഓഫ് തമിഴ്നാടുസ് എസ്തെറ്റിക് ജേർണി. നമ്മുടെ ജേർണി ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 4 മണിക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നായിരുന്നു. നമ്മൾ 2 കാറിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മുടെ 2 പേരുടെയും ഫാമിലീസ് ഉണ്ടായിരുന്നു ആൻഡ് കസിൻസും ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡിസൈഡ് ചെയ്തത് രാമേശ്വരമായിരുന്നു. ആൻഡ് സോ ഓൺ ദ വേ മധുര ഹൈവേയിൽ ഉള്ള ശരവണ ഭവനിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഉപ്പൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്കായിരുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉപ്പൂർ എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉപ്പൂർ മഹാഗണപതി ക്ഷേത്രം. വിശ്വാസപ്രകാരം ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഗണപതി ആരാധിച്ചിരുന്നുവെന്നും ഗണപതിയുടെ അനുഗ്രഹം തേടിയിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ആൻഡ് മറ്റൊരു വിശ്വാസമാണ് രാമേശ്വരത്തെ ഭഗവാനെ കണ്ടു തൊഴുന്നതിന് മുമ്പ് ഉപ്പൂർ മഹാഗണപതിയെ കണ്ട് അനുഗ്രഹം തേടണമെന്നുള്ളത്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അൺഫോർച്ചുനേറ്റ്ലി ക്ഷേത്രം അടച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്നാണ് തൊഴുതത്. പുറത്ത് നിന്ന് തൊഴുതിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു നാളെ തിരിച്ച് തഞ്ചാവൂർക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കയറി തൊഴുതിട്ട് പോകാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഉപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഓൺ ദ വേ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണിത്. അപ്പം നമുക്ക് ഉപ്പൂരിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിക്കാം. ഉപ്പൂരെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രശസ്തമായ ഇന്ത്യയിലെ ഒരു സ്ഥലം തന്നെയാണ് ഉപ്പൂർ. ഉപ്പൂരെന്ന് പറയുന്നത് ഒരു കടലോര മേഖലയാണ്. അപ്പം അവിടെ കടൽ വെള്ളത്തിനെ സമതലത്തിൽ എത്തിച്ചിട്ട് നീക്കി വെച്ചിട്ട് അവിടെ സൺലൈറ്റിൻ്റെ അണ്ടറിൽ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഈ സോൾട്ട് ക്രിസ്റ്റൽസിനെ നമ്മുടെ കടൽ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഇവിടെ ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഉപ്പൂർ എന്നുള്ള പേര് വന്നത്. ഉപ്പ് പ്ലസ് ഊര്, ഉപ്പൂർ. അതാണ് ഉപ്പൂരിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ നേരെ ഉപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ ആദ്യം രാമേശ്വരത്ത് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ച്. ബട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഇപ്പം രാമേശ്വരം എത്തിയാലും ലേറ്റാണ് നമ്മൾ, അപ്പം അമ്പലത്തിൽ കയറാൻ പറ്റില്ല. സോ നമുക്ക് നേരെ ധനുഷ്കോടി പോയി ധനുഷ്കോടി കാണാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ധനുഷ്കോടിയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺ ദ വേ നമ്മൾ രാമേശ്വരം വഴിയാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. അപ്പം ഓൺ ദ വേ രാമേശ്വരത്തേക്ക് പോകുന്ന വഴി ആണ് നമുക്ക് കാണാൻ പറ്റുന്നൊരു വിസ്മയമാണ് ഈ പാമ്പൻ പാലം. രാമേശ്വരത്ത് പ്രവേശിക്കുന്നതിനൊരു സാങ്കേതിക വിസ്മയം തന്നെയാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. 1914 പാമ്പൻ പാലം നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമായിട്ട് ചരിത്രം കുറിക്കുക കൂടിയായിരുന്നു പാമ്പൻ പാലം അന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പാലം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ഒരു സാങ്കേതിക വിസ്മയം എന്നൊക്കെ പറയപ്പെടുന്നത്. നമ്മൾ പാമ്പൻ പാലം സൈഡിൽ നിങ്ങൾക്ക് കാണാം, അതാണ് പാമ്പൻ പാലം. സോ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ച് നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ പ്രത്യേകം വന്നത് രാമേശ്വരത്തോട്ട് നമ്മൾ എൻട്രി ചെയ്യും കൂടെ ആണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നതാണ് രാമേശ്വരം എന്ന് പറയുമ്പം ഈ ദേവാലയം മാത്രമല്ലല്ലോ, നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മദേശം കൂടിയാണ്. കലാം സാറിൻ്റെ ബാല്യകാല സ്മരണകൾ ഒക്കെ ഉറങ്ങിക്കിടക്കുന്നൊരു സ്ഥലം കൂടിയാണ് രാമേശ്വരം. അവിടെ നമ്മൾ നമ്മൾ നേരത്തെ ഇതൊരു പ്ലാൻ ചെയ്തിരുന്ന ട്രിപ്പ് തന്നെ ആയതുകൊണ്ട് രാമേശ്വരത്ത് നമ്മൾ നേരത്തെ ബുക്കൊക്കെ ചെയ്തിരുന്നു ഹോട്ടൽസൊക്കെ. നമ്മുടെ ഈ 4 days ജേർണി എല്ലാ ഡെസ്റ്റിനേഷനിലും ഉള്ള ഹോട്ടൽസ് നമ്മൾ പ്രയറായിട്ട് ഒരു 1 week ബിഫോർ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷൻസ് ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കാണുന്നതാണ് ഉയർത്താൻ പറ്റുന്ന പാമ്പൻ പാലം. സൈഡിൽ നിന്ന് എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ ആദ്യം ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു തിരിച്ച് നമ്മൾ നാളെ തഞ്ചാവൂർക്ക് വരുമല്ലോ, അപ്പം ഇറങ്ങി നിൽക്കാം, കാണാം എന്നൊക്കെയാണ് വിചാരിച്ചത്. ബട്ട് അതും നടന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ പിറ്റേന്ന് ഒരു 4 മണിക്ക് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും കാണാൻ പറ്റിയില്ല. നമ്മളപ്പോൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു വ്യൂസൊക്കെ.
അങ്ങനെ നമ്മൾ രാമേശ്വരം എത്തി. ഇനി നമ്മൾ നേരെ കാണുന്നതാണ് കേട്ടോ ടെമ്പിള്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ധനുഷ്കോടിക്കാണ്. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് ധനുഷ്കോടി. ഇന്ത്യയുടെ തന്നെ പ്രേതഗ്രാമം, പ്രേതനഗരം എന്നൊക്കെ പറയപ്പെടുന്നൊരു സ്ഥലം. ധനുഷ്കോടിക്ക് പിന്നൊരു ചരിത്രവും കൂടിയുണ്ട്. ധനുഷ്കോടി ശ്രീരാമൻ്റെ സേതുബന്ധനത്തിൻ്റെ തുടക്കം എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ധനുഷ്കോടിക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പുണ്യഭൂമി. 1964 അതിശക്തമായിട്ടുള്ളൊരു സൈക്ലോൺ വന്നതും ഈ ഗ്രാമത്തെ തകർത്തെറിഞ്ഞതും ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടാതെ എല്ലാവരെയും മരണത്തിലേക്ക് നയിച്ച ഒരു സൈക്ലോൺ. ഒരു വലിയ മഹാദുരന്തം എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ആൾക്കാർ, ഈ വന്നു പോകുന്ന ആൾക്കാരും പിന്നെ കുറച്ച് കടകളും അത് മാത്രമേ ഉള്ളൂ. പിന്നെ പണ്ട് സൈക്ലോൺസ് ബാക്കി വെച്ച കുറച്ച് ബിൽഡിങ്സിൻ്റെ എന്തൊക്കെയോ ക്ഷേത്രത്തിൻ്റെയോ മറ്റോ റിമെയിൻസും അതൊക്കെയാണ് ധനുഷ്കോടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിൽ കുറച്ച് പാർക്കിങ്ങിന് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് മറ്റേ ഈ ഹോളിഡേ ടൈം ആയിരുന്നുകൊണ്ട്, ഹോളിഡേ ടൈം എന്ന് വെച്ചാൽ വീക്കെൻഡ് ആയിരുന്നു നമ്മൾ പോയത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് പാർക്കിംഗ് കിട്ടി. നമ്മൾ ഇറങ്ങി എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് രാമേശ്വരം നമ്മൾ എത്തണം. രാമേശ്വരത്ത് കുറച്ചേറെ പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ധനുഷ്കോടി ഒന്ന് എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് രാമേശ്വരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ധനുഷ്കോടിയിൽ നിന്ന് നേരെ പോയത് രാമേശ്വരത്തേക്കാണ്. രാമേശ്വരത്തെ പുണ്യസ്നാനത്തിനാണ് നമ്മൾ ആദ്യം പോയത്. ബട്ട് അങ്ങോട്ട് നമ്മൾ ഫോൺ എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ഫൂട്ടേജസ് ഇല്ല. സോ ക്ഷേത്രത്തിനകത്ത് കുറച്ച് ഫൂട്ടേജസ് മാത്രമേ ഇനിയുള്ളൂ. സോ അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. പുണ്യസ്നാനത്തിൻ്റെ ഒരു വിശദമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളിവിടുന്ന് നേരെ പോയത് നമ്മുടെ സ്റ്റേയിലേക്കായിരുന്നു. ഒരു 4:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷപ്പായിട്ട്. രാമേശ്വരത്ത് മൊത്തം 22 തീർത്ഥങ്ങളാണുള്ളത്, അല്ലെങ്കിൽ പുണ്യക്കിണറുകൾ. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നി തീർത്ഥം, അത് സമുദ്ര തീരമാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററാണ് അഗ്നി തീർത്ഥത്തിലോട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു ഓട്ടോ എടുത്ത് ഒരു 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം നമ്മൾ അഗ്നിതീർത്ഥത്തിൽ പോയിട്ട് ഒരു പുണ്യസ്നാനം നടത്തി. അവിടെ വെച്ച് നമ്മളൊരു ഇടനിലക്കാരനെ കണ്ടു. പുള്ളിക്കാരനൊരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ട് കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഏജൻറ്റ് അതാണ്. പക്ഷെ പറ്റിക്കപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. അവർ പറയുന്ന എമൗണ്ടിന് നമ്മൾ നിന്ന് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. പിന്നെ അവിടുന്ന് തുടർന്ന് നമ്മൾ അഗ്നിതീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞിട്ട് നമ്മൾ ഈറനോടെ വടക്കേ ഗോപുരത്തിലേക്ക് ഒരു 250 മീറ്റർ നടന്നിട്ട് വേണം ഈ 22 തീർത്ഥങ്ങൾ സന്ദർശിക്കാൻ. എന്നിട്ട് നമ്മൾ ഓരോ കിണറിൽ നിന്നും ഓരോ തൊട്ടി വെള്ളം എടുത്ത് ആ ഇടനിലക്കാരൻ, ആ ഏജൻറ്റ് തന്നെ നമ്മുടെ തലയിലേക്ക് ഒഴിച്ചു തരും. അത് പൂർത്തിയാക്കാൻ ഏകദേശം ഒരു 45 മിനിറ്റാണ് മൊത്തം ആവുക. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സിട്ട് കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ രാമേശ്വരം ക്ഷേത്രം, അതായത് രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മളെത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഗോപുരവും കോറിഡോറുകളുമുള്ള ഒരു ദേവാലയമാണ് ശ്രീരാമനാഥ സ്വാമി ക്ഷേത്രം. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അഗ്നിതീർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്നിതീർത്ഥം, ക്ഷേത്രത്തിന് മുന്നിലെ സമുദ്രതീരം, പിന്നെ 22 തീർത്ഥങ്ങൾ, പുണ്യകിണറുകൾ എന്ന് പറയുന്നു. ഇതിൽ നിന്നുള്ള ജലസ്നാനം കാരണം ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിക്കളയാമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയായ ശിവലിംഗത്തിനെ കുറിച്ച് പറയുമ്പം ലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീ ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് രാമനാഥ സ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ടും അവിടെ ചെയ്യുന്നത് പുണ്യസ്നാനമാണ്. പിന്നെ നമ്മൾ രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം വളരെ ശാന്തമായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തതിനാൽ പെട്ടെന്ന് പൂർത്തിയാക്കി ഇറങ്ങാൻ പറ്റി. അതിനുശേഷം നമ്മൾ കുറച്ച് അമ്പലത്തിന് ചുറ്റും, ഇതാണ് കേട്ടോ ആ കോറിഡോർ നീളമേറിയ, നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും കുറച്ചൊന്ന് നടന്നു. നല്ലൊരു ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഭയങ്കര ഡിവൈൻ അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് ആ സ്ട്രീറ്റിലൂടെ കുറച്ചൊക്കെ നടന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് മടങ്ങി. നമുക്ക് 4 മണിക്കാണ് രാവിലെ തഞ്ചാവൂരേക്ക് തിരിക്കേണ്ടത്. സോ നല്ലൊരു ഉറക്കം. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ തഞ്ചാവൂരിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. For more videos, do subscribe to our channel, The Nerd Couple. Thank you and bye.